ചെന്നേ മുറ്റും വെടിപ്പാക്കണമേ, എന്നെ വെടിപ്പാക്കണമേ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവൻ്റെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുകയും. പ്രാർത്ഥനയോടുകൂടെ ആരാധന ആരംഭിക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് ഈ ഞായറാഴ്ച ദിവസവും രാവിലെ അങ്ങയുടെ ആലയത്തിൽ കടന്നു വരുവാനും ആരാധിക്കുവാനും ഒരവസരം അങ്ങ് ദാനമായി തന്നുവല്ലോ അപ്പാ. എത്രയോ മഹാത്മാർ കർത്താവെ മഹത് വ്യക്തികളെ ലോകം വിട്ട് എടുക്കപ്പെട്ടപ്പോൾ കർത്താവെ പാപികളായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഇത്രത്തോളം അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ പ്രിയ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമപ്പ. വരുവാൻ കഴിയാതെ ഭവനങ്ങളിലിരിക്കുന്നവരെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെയും അനുഗ്രഹിക്കണം. രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവെ അങ്ങ് ആശ്വസിപ്പിച്ച് സമാധാനം നൽകി അങ്ങ് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന അച്ഛനെയും ആരാധനയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച കപ്യാർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ സ്നേഹം കൂടെ ഇരുന്ന് വഴി നടത്തണം. ഈ കർത്താവ് ഈ ദേശത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ ആരാധന ശബ്ദം ഉയരുമ്പോൾ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ ശബ്ദം ശ്രമിക്കുന്നവർ ആരാധിക്കുന്നവരെല്ലാം അവരുടെ ജീവിതത്തിൽ നന്മ കണ്ടെത്തുന്നവരായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണം, ബലപ്പെടുത്തണം. യേശു മുഖാന്തരം തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി 54-ാമത്തെ പാട്ട് നമുക്ക് പാടി ദൈവത്തിന് മഹത്വം. ക്രമം 7-ാം പുറം 5-ാം ഭാഗത്ത് കാണുന്ന സ്തുതിൽത്താനുകൾ നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. ആരാധനാക്രമം 7-ാം പുറം 5-ാം ഭാഗം. ദൈവമാത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. ദൈവം സ്നേഹമാകും, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു,
ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. പാപസിഹാര പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും നടത്തിയ ദൈവം, പലവിധമായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെയും കൈപിടിച്ച് നടത്തിയ ദൈവം, എന്നാൽ നാം എന്താണ് ദൈവത്തോട് ചെയ്തത്? പാപം ചെയ്ത നിമിഷങ്ങൾ തോറും അകന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒരു നിമിഷം പറയുക. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളും ക്ഷമിക്കണമേ അപ്പാ. ഇനി മുതൽ ഞാൻ അങ്ങയുടെ മകളായി അങ്ങയുടെ മകനായി ജീവിക്കുമെന്ന് ഒരു നിമിഷം ഏറ്റുപറയുവാൻ നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. സ്വർഗത്തിലേക്ക് നോക്കി ആക്രോശിതനായ നാഥൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പറയാം, അപ്പാ അങ്ങയുടെ മുഖം നോക്കുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല അപ്പാ. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാം. അവസാനത്തുള്ള രക്തം വരെയും ധാരധാരയായി ഒഴുകുമ്പോൾ ഇവർ ചെയ്യുന്നത് തന്നവർ അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ അപ്പനോടും അമ്മയോടും മക്കളോട് മാതാപിതാക്കളോട് ഗുരുക്കന്മാരോട് വൈദികരോട് സഭയോട് നമ്മുടെ സമൂഹത്തോട് നാം ചെയ്തു പോയ എല്ലാ തെറ്റുകളും വിശ്വാസവഞ്ചനകളും പുറത്തു പറയുവാൻ മടിക്കുന്ന പാപങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാം. ഒരു മനുഷ്യനോട് നാം പറഞ്ഞാൽ നമ്മെ പുച്ഛിക്കുകയും മാറ്റി പുറത്താക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തോട് നാം പറയുകയാണ് എങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുക തന്നെ ചെയ്യും. മകളെ നീ ഭയപ്പെടേണ്ട, മകനെ നീ ഭയപ്പെടേണ്ട എന്ന ഒരു ശബ്ദം അവൻ തീർച്ചയായും നൽകും. പൂർണ്ണമായ വിശ്വാസത്തോടെ നമുക്ക് അല്പസമയം മൗനമായിരുന്നു അനുതാപ ഹൃദയത്തോടുകൂടെ നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. എൻ്റെ പാപം കഴുക യേശുവിൻ രക്തം മാത്രം എന്നെ പൂർണ്ണനാക്കുവാൻ യേശുവിൻ രക്തം
സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരാധനക്രമം 10-ാം പുറം അവസാന ഭാഗത്ത് കാണുന്ന പ്രാർത്ഥന നമ്മുടെ സ്വന്തം പ്രാർത്ഥനയായി നമുക്ക് പ്രാർത്ഥിക്കുക. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുൻപാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയും. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്യും അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുൻപാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിൻ്റെ കെട്ടുമണിയിൽ ഞങ്ങൾ അവിടുത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോട് എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ചുറ്റും ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിൻ്റെ വെളിച്ചമായി ശോഭിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശയോടെ എതിരേൽക്കുവാനും അവിടുത്തെ രാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. തുടർന്ന് പ്രാർത്ഥിക്കുക. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ടാവും. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മേലേർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹാപാപികളായ ഞങ്ങൾ അനുതാപ പ്രാർത്ഥനയിൽ അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നപ്പ, അങ്ങയുടെ മുഖം നോക്കുവാൻ യോഗ്യതയില്ലാത്ത ഞങ്ങളെ കർത്താവെ, നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ച് അങ്ങ് വിളിച്ച് ചേർത്തതുപോലെ കർത്താവെ, ആ പിതാവിൻ്റെ സ്നേഹം കൊതിച്ചുകൊണ്ട് ഞങ്ങൾ വിവിധ പ്രായത്തിലുള്ള എല്ലാവരും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നപ്പ, സ്നേഹിക്കുകയും മാറോടണച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിക്കുകയും ചെയ്യണം. ജീവിതത്തിൽ എന്നയോളം ചെയ്ത എല്ലാ തെറ്റുകളെയും അങ്ങ് ക്ഷമിക്കണം അപ്പ. ഇന്നു മുതൽ നാഥ, ഞങ്ങളൊരു പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ അങ്ങയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മക്കളായി തീരുമാനക്കവണ്ണം ഞങ്ങൾ ബലപ്പെടുത്തണം. ഈ ആരാധനയുടെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ കർത്താവെ അങ്ങ് സ്പർശിക്കുകയും ഞങ്ങൾ പൂർണ്ണമായി കഴുകുകയും അങ്ങയുടെ കർത്താവെ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് വിനയമുള്ളതാക്കി അങ്ങ് മാറ്റണം. യേശു മുഖാന്തരം തന്നെ. ആമേൻ. ആമേൻ. ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ആരാധന പാഠപുസ്തകത്തിൽ 261 പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് മഹത്വം. ജീവനും
വായിക്കുന്ന സുവിശേഷ പാഠഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ സഭ ശ്രദ്ധിക്കുക. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കാം എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുതോ, വ്യഭിചാരം ചെയ്യരുതോ, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു. നിൽക്കുമ്പോൾ തന്നെ 111-ാം സങ്കീർത്തനം പ്രതിവാക്യമായി ചൊല്ലാൻ. സങ്കീർത്തനങ്ങൾ 111. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവും ആകുന്നു. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടി അനുഷ്ഠിക്കപ്പെടുന്നു. ചേർന്ന് ചൊല്ലാൻ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഭാഗ്യവചനങ്ങൾ നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, ഇപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ, സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ പാലിക്കപ്പെട്ട് ജനിച്ചു, കഷ്ടപ്പെട്ടു, മനുഷ്യനിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മനുഷ്യരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധാരാധനയിൽ പങ്കുചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ വിലയേറിയ ഭാഗ്യത്തിനായും ഈ നല്ല അവസരത്തിനായും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ അതിശയമായി കാത്ത് പരിപാലിച്ചു. നേടാമായിരുന്ന ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ചു. നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളും നൽകി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചു. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും ആവശ്യമായ നന്മകൾ നൽകുന്ന ദൈവം നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ രോഗം പലയിടങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. 2-3 പേർ അവന്റെ നാമത്തിൽ കൂടി വരുന്നയിടത്ത് ഉണ്ട് എന്നരുളി ചെയ്ത കർത്താവ് വാഗ്ദത്തം പോലെ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ഈ പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ അപേക്ഷകൾ സ്വീകരിക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാനായി കർത്താവ് നമ്മോടുകൂടെ നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി നമുക്ക് ചോദിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ തന്നെയായിരുന്നാലും കർത്താവിനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ പകലിൽ രോഗികളായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആശുപത്രികളിലായിരിക്കുന്നവർ, ഭവനങ്ങളിലായിരിക്കുന്നവർ, ഈ ആരാധനയിൽ പങ്കുകൊണ്ടിരിക്കുന്നതിൽ ബലഹീനരായിട്ടുള്ളവർ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കരം തൊടുവാനായി നമുക്ക് അപേക്ഷിക്കാം. ആവശ്യങ്ങളിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട്, കടഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പലവിധ വേദനകളിലായിരിക്കുന്നവരുണ്ട്. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവ മാതാപിതാക്കൾ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ, അതുപോലെ തന്നെ ഉപജീവനമാർഗമില്ലാതെ കഷ്ടപ്പെടുന്നവർ, പരീക്ഷകൾ എഴുതി വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അന്വേഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നവർ, പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാനായി കർത്താവിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കേണ്ടവർ, എല്ലാവരെയും നമുക്ക് കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ ക്ഷീണവും രോഗം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, നമ്മിൽ നിന്ന് അകലെയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ രാജ്യസേവനത്തിലായിരിക്കുന്നവർ, മറ്റ് ഔദ്യോഗിക മേഖലകളിലായിരിക്കുന്നവർ, കൂലിപ്പണികൾ ചെയ്യുന്നവർ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യവും സഹായം അവരുടെ മേലുണ്ടാകുവാൻ, കർത്താവ് തന്നെ അനുഗ്രഹിച്ച് നടത്തുവാനായി നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ പകലിനായി നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അനേക നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ സന്നിധിയിൽ വരുവാനും ഇത്രയും പേർക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ തന്ന അവസരത്തിനായും എല്ലാ നല്ല സാഹചര്യങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഇന്നത്തെ ആരാധനയിലൂടെ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകുവാൻ അങ്ങ് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാ അപേക്ഷകളും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടുന്ന് സകലത്തിന് മറുപടി നൽകുവാൻ മതിയായവനായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിക്കുന്ന കർത്താവ്, ഒരു നല്ല അപ്പൻ, ഞങ്ങൾക്കുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം, അങ്ങ് ഞങ്ങൾക്കായി കരുതുന്നത് കൊണ്ട് ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ഈ ആരാധനയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലിനും സന്തോഷത്തിനും കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സന്തോഷത്തോടെ കാത്ത് പരിപാലിക്കുകയും ചെയ്യണമേ. കർത്താവെ, കുടുംബമായി ആലയത്തിൽ അങ്ങേ ആരാധിക്കാനുള്ള അവസരത്തെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധ ആവശ്യങ്ങളിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ മനസ്സെലിയണമേ. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി അങ്ങ് നൽകണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ച്ച് കേട്ട് ഉത്തരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്തിലെ അങ്ങയുടെ മക്കൾ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിലേക്ക് തിരിയുമെങ്കിൽ അങ്ങ് പാപം ക്ഷമിച്ച് ദേശത്തിന് വിടുതലയക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന പ്രകാരം കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രോഗത്തിന്റെ വ്യാപനത്തിൽ നിന്ന് വിടുവിച്ച് സൗഖ്യത്തിലേക്ക് എല്ലാവരെയും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, എല്ലാ രാജ്യങ്ങളെയും ജനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, രണ്ടാം ഘട്ടം രോഗം വ്യാപിക്കുന്ന രാജ്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെ ഒരു വാക്ക് കൽപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ബാധ ദേശം വിട്ട് രാജ്യം വിട്ട് ഈ ലോകം വിട്ട് മാറ്റപ്പെടുവാൻ അങ്ങ് കൽപ്പിച്ചാൽ അപ്പോൾ തന്നെ അങ്ങനെ സംഭവിക്കുമല്ലോ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് മിസ്രൈമിന്റെ മേൽ വന്നതായ ബാധയെ മാറ്റുവാനായി മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അങ്ങനെ കൽപ്പിച്ചു. അതങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്ന അപ്രകാരം തന്നെ കർത്താവെ, ഈ നാളുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിന്റെ വ്യാപനത്തിൽ നിന്ന് ദോഷത്തിൽ നിന്നൊക്കെയും ലോകരാജ്യങ്ങളെ മനുഷ്യവർഗത്തെ മുഴുവനായി അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ വാക്സിൻ കണ്ടുപിടിച്ച് അത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഇല്ലെങ്കിലും സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയുമല്ലോ. കർത്താവെ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ആലയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കായി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥന കടപ്പെട്ട് എല്ലാവരെയും ഓർക്കുന്നു. കർത്താവെ, വരുന്ന നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി തന്നെ അങ്ങ് ആരാധിക്കാനുള്ള അവസരത്തെ അങ്ങ് ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ആലയ പണിക്കായി പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം അങ്ങ് നടത്തി ജനത്തെ അങ്ങ് ശക്തീകരിച്ചു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം അത് പൂർത്തിയാക്കുവാനും കർത്താവെ, ആഗ്രഹിക്കുന്ന ദിവസത്തിൽ അതിന്റെ പ്രതിഷ്ഠ നടത്തി ആലയത്തിൽ അങ്ങ് ആരാധിപ്പാനും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് അംഗീകരിച്ചിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവെ, അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് തന്നെ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. സാമ്പത്തികമായ തടസ്സങ്ങളുണ്ട്, എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. അതിനുവേണ്ടി ജോലികൾ ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ, നേതൃത്വം നൽകുന്നവർ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദിയോടെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവെ, അടികളെ വീണ്ടും താഴ്ത്തുന്നു, കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയായി നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ അപേക്ഷകർത്താ ദുഷ്ടം വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. എൻ്റെ ഉള്ളിൽ വസിക്കുവാനായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, എൻ്റെയും എല്ലാവരുടെയും ഉള്ളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ വചനധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കണം. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണം. അത് ഗ്രഹിക്കുവാനും അനുസരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മശിഹാമൂലം പ്രാർത്ഥന കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. പരസ്യത്തിൽ വിട്ടുപോയ ഒരു കാര്യം കൂടി അറിയിക്കട്ടെ. നമ്മുടെ പുതിയ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ ഈ മാസം 25-ാം തീയതി നടത്തുമെന്നാണ് സഭ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ അതിന് സാധിക്കുന്നില്ല. ഒരു കാരണം അതിൻ്റെ പണികൾ തീർന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ബിഷപ്പ് തിരുമേനിയുടെ അസൗകര്യം കൂടെയാണ്. തിരുമേനി ഡേറ്റ് തന്നിരുന്നതെങ്കിലും അത് മാറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഏകദേശം ഡിസംബർ 20-ാം തീയതിയോടുകൂടെ ക്രിസ്മസിന് മുമ്പായി ആലയ പ്രതിഷ്ഠ നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്.
അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അടുത്ത ആഴ്ച അറിയിക്കുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിലെ ചർച്ചകൾക്ക് മിനിറ്റും സഭയെ അടുത്ത ആഴ്ച അറിയിക്കും. അതുപോലെ തന്നെ ആലയപ്പണിയെക്കുറിച്ചുള്ള കാര്യങ്ങളും വിശദമായി ആലയത്തിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള കാര്യങ്ങളും അടുത്ത ആഴ്ചയിൽ അറിയിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ ആരാധിക്കാൻ ദൈവം സഹായിച്ച കൃപയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനേക നാളുകൾക്ക് ശേഷം പല മുഖങ്ങളും ഇന്ന് കാണുന്നുണ്ട്. അപ്രകാരം വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ആരാധിപ്പാനായി ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ നടത്തുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മഹാടകയായിട്ട് യുവജന ഞായറായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. എല്ലാ വർഷവും യുവജന വാരം ആഘോഷിക്കാറുണ്ട്. യുവജന വാരത്തിന് പ്രത്യേക പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകും. യുവജന ഞായർ ദിവസം യുവജന സംഘടനയിലെ അംഗങ്ങളായിരിക്കും ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ ഈ വർഷം സംഘടനയുടെ പ്രവർത്തനങ്ങളൊന്നും ശരിയായിട്ട് നടത്തുവാനായിട്ട് സാധിക്കാത്ത പരിസ്ഥിതിയാണുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച അങ്ങനെ പ്രത്യേക ക്രമീകരണം ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന വിഷയത്തിൽ ഇന്നത്തെ ദിവസം യുവാക്കൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദിവസമായി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ചിന്തിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത് സമകാലീന ലോകത്തിൽ യുവത്വത്തിൻ്റെ ആത്മീയത എന്നുള്ളതാണ്. സമകാലീന ലോകത്തിൽ യുവത്വത്തിൻ്റെ ആത്മീയത. സമകാലീന ലോകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കറിയാവുന്ന വാക്കാണ്. ഇന്നത്തെ ഈ നാളുകളിൽ യുവാക്കളുടെ അല്ലെങ്കിൽ യുവപ്രായത്തിലായിരിക്കുന്നവരുടെ ആത്മീയത എന്താണ്, എങ്ങനെയാണുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ ഭൗതികവും ആത്മീകവും എന്ന രണ്ട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് നാം അധികമായി ചിന്തിക്കാറുണ്ട്. ഇപ്പോഴുള്ള ഒരു രീതി എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടി പോകുമെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് എഴുത്താണ്, ഒരു മത്സരമാണ് ഇന്ന് കാണുന്നത്. ഏത് ഡിഗ്രി ഉള്ളവരായിരുന്നാലും ഒരു ചെറിയ ജോലിയെങ്കിലും ആദ്യം ലഭിക്കട്ടെ, ഒരു ക്ലർക്ക് പോസ്റ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ള ചിന്തയോടുകൂടെ എല്ലാവരും ടെസ്റ്റ് എഴുതുകയാണ്. എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ചിലർ അതിനുവേണ്ടി പ്രത്യേക ക്ലാസ്സിന് പോകുന്നുണ്ട്. ചിലർ തനിയെ സ്വന്തമായി തന്നെ പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കുവാനായിട്ടും ജോലി സമ്പാദിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ഉപജീവന മാർഗം എല്ലാവർക്കും ആവശ്യമാണ്. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എല്ലാവർക്കുമുണ്ട്. അത് നല്ല കാര്യമാണ്. എന്നാൽ പലപ്പോഴും നാം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന പ്രാധാന്യം ആത്മീയ കാര്യങ്ങൾക്ക് നൽകാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യന് ശരീരവും ആത്മാവും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ശരീരം പ്രധാനമാണ്. ആ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ആത്മാവിന് വേണ്ടിയാണ്, ആത്മാവിന് വസിക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ആത്മാവില്ലാത്ത ശരീരം അർത്ഥമില്ലാത്തതോ വിലയില്ലാത്തതോ ആയുള്ള വെറും ശരീരം മാത്രമാണ്. അപ്പോൾ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ആത്മാവ് എന്നുള്ളത്. അപ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവനെ മണ്ണിൽ നിന്നുണ്ടാക്കിയെന്ന് വചനം പറയുന്നു. അപ്രകാരം മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയതായ മനുഷ്യന് ദൈവം ജീവശ്വാസം ഊതി, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് അവനിലേക്ക് പകർന്നു. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള മനുഷ്യനായി തീർന്നു എന്നുള്ളതിനേക്കാൾ അവൻ ജീവനുള്ള ഒരു ദേഹിയായിട്ട് തീർന്നു. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ സ്വരൂപമായി സാദൃശ്യമായി ദൈവത്തെ പോലെ ഈ ഭൂമിയിൽ വാഴുവാനായി ദൈവം മനുഷ്യനെ ഉണ്ടാക്കി അനുഗ്രഹിച്ച് സകലവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ദൈവം അനുഗ്രഹിച്ച് നൽകി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെറ്റുപെരുകി സന്താന സമൃദ്ധിയുള്ളവരായി ഭൂമിയെ നിറയുവിൻ എന്ന് ദൈവം കൽപ്പിച്ചു. അതുപോലെ തന്നെ അവർക്ക് ദൈവവുമായുള്ള ഒരു വലിയ കൂട്ടായ്മ ബന്ധം ദൈവം നൽകുകയുണ്ടായി. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എന്തിനെ ജീവിച്ചു അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. 100 വയസ്സ് വരെ ജീവിച്ചാലും ഒരു പ്രയോജനമില്ലാത്ത ജീവിതമാണ് നയിച്ചതെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് ഒന്നും പറയുവാനായിട്ടില്ല. എന്നാൽ അല്പകാലമേ ജീവിച്ചുള്ളെങ്കിലും ജീവിക്കുന്ന കാലം പ്രയോജനകരമായി ദൈവത്തിന് പ്രസാദമുള്ളതായ ജീവിതം കാഴ്ചവെച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് അല്പകാലം ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ദീർഘായുസ് ദൈവത്തിൻ്റെ ദാനമാണ്, നന്മയാണ്, ദൈവം തരുന്ന അനുഗ്രഹമാണ്. അത് നമുക്കുണ്ടാകണം, അത് ഏറ്റവും ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതം അത് ദൈവത്തിന് വിശുദ്ധവും പ്രയോജനകരവുമായിരിക്കണം എന്നുള്ളത് നാം ഓർക്കുക. ശരീരത്തിലും ആത്മാവിലും വളർച്ച പ്രാപിക്കണം.
നാം ദൈവവുമായുള്ള ബന്ധത്തിൽ വളരണം. മനുഷ്യരുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല വളരേണ്ടത്. ഇന്നത്തെ യുവതലമുറയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്നൊരു വാക്ക് പറയാറുണ്ട്. തലമുറകളുടെ അകൽച്ച അല്ലെങ്കിൽ വ്യത്യാസം, തലമുറകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് കാണുന്നതെന്നാണ്. എന്നാൽ മുമ്പ് പഴയ കാലത്ത് അല്ലെങ്കിൽ ഞാനൊക്കെ ചെറുതായിരുന്ന അല്ലെങ്കിൽ ചെറുപ്പമായിരുന്ന കാലത്ത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അന്ന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറയുന്ന ഒരു ശൈലി കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് പൊതുവെ അങ്ങനെ പറയാറുണ്ട്. അത് സത്യവുമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു വ്യത്യാസമാണ് പുതിയ തലമുറയിൽ കാണുന്നത്. എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യുവതിയുവാക്കളിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് നമുക്കറിയാം. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിലും അവസാന വർഷങ്ങളിലും അതുപോലെ തന്നെ 21-ാം നൂറ്റാണ്ടിലും ഒക്കെ മനുഷ്യൻ വളരെയധികം പുരോഗതി പ്രാപിച്ചു. എല്ലാ നിലകളിലും അഭിവൃദ്ധി പ്രാപിച്ചു. മനുഷ്യന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. ആഗ്രഹിച്ചതിനേക്കാൾ അധികം നന്മകളും സൗകര്യങ്ങളും ഇന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെയോ മുതിർന്നവരെയോ അനുസരിക്കുന്നത് അത്ര ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അനുസരിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കളും മുതിർന്നവരും പ്രയാസപ്പെടുകയാണ് ചെയ്യുന്നത്. അവരുടെ ഇഷ്ടത്തിന് വിട്ടാൽ ഒരു കുഴപ്പവുമില്ല. അവരുടെ ഇഷ്ടത്തിന് എതിരായി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. പിന്നെ അത് പരിഹരിക്കാൻ വളരെ പ്രയാസമാണ്. അവസാനം അവരുടെ ഇഷ്ടത്തിന് തന്നെ വിടേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. 1 വയസ്സുള്ള കുഞ്ഞിന് പോലും ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്താൽ അത് പൂർണ്ണമായി ജീവിതം സന്തോഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നാം വിചാരിക്കും 1 വയസ്സുള്ള കുഞ്ഞിന് ഫോണിൻ്റെ ആവശ്യമുണ്ടോ? എന്നാൽ നിങ്ങൾ ആരെങ്കിലും 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ഫോൺ ടച്ച് ഫോൺ കൊടുത്തു നോക്കണം. അപ്പോഴറിയാം ആ കുഞ്ഞിൻ്റെ സന്തോഷം. അതിൽ വിരൽ കൊണ്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ എന്ന് നാം സന്തോഷിക്കുമ്പോൾ തന്നെ അതിൽ പതിയിരിക്കുന്ന അപകടം, ദോഷം പലപ്പോഴും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരിക്കലും നാം ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ ഒരിക്കലും ഇടയാകരുത്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തന്ന അനുഗ്രഹമാണ്. എന്നാൽ ആ മക്കൾ നമ്മോടൊപ്പം എത്തേണ്ടിടത്ത് എത്തിച്ചേരണമെന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയും ലക്ഷ്യവും ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് മാതാപിതാക്കൾ മക്കൾ ലഭിച്ചു കഴിഞ്ഞാൽ, ദൈവം മക്കളെ നൽകിക്കഴിഞ്ഞാൽ അവർ കുഞ്ഞു പ്രായമായിരിക്കുമ്പോൾ തന്നെ അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ചില സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ എതിർക്കാറില്ല, സന്തോഷത്തോടു കൂടി ആ കൈ സ്വീകരിക്കും. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ആ കൈ എടുത്തു മാറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മക്കളെ തലയിൽ കൈവച്ചാൽ അവർ അനുവദിക്കുന്നിടത്തോളം കാലം ആ കൈവച്ച് തന്നെ നാം പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ ദൈവത്തിന് മനുഷ്യർക്കും പ്രയോജനമുള്ള മക്കളായിട്ട് അവർ വളരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സമർപ്പിച്ചാൽ അത് ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, മനുഷ്യർക്ക് പ്രയോജനമുള്ളവരായി അവർ വളരുവാനായിട്ട് ഇടയായി തീരും എന്ന് നാം ഓർക്കേണ്ടതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. യോഹന്നാൻ 17:16. ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഇത് യേശു കർത്താവ് തന്നെ വിശ്വസിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും തൻ്റെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. അയാൾ പറഞ്ഞ ഒരു കാര്യമാണ്. യേശു പറയുന്നു, ഞാൻ ലൗകികൻ അല്ല, ഈ ലോക പ്രകാരമുള്ള ഒരു മനുഷ്യനല്ല ഞാൻ. യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവമാണ്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു പറയുന്നു, ഞാൻ ഈ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യനല്ല. ഞാനൊരു മനുഷ്യനായിരിക്കുന്നെങ്കിലും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് വന്നവനല്ല. അതുപോലെ തന്നെ യേശു പറയുന്നു, എൻ്റെ മക്കളായിട്ടുള്ള ഓരോ വിശ്വാസിയും അവർ ലൗകികന്മാർ അല്ല എന്നാണ്. അവർ ലോകത്തിൽ ആയിരിക്കുന്നു, ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിനുള്ളവരല്ല എന്നാണ്. അപ്പം നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല. നമുക്ക് വേണ്ടി നാം ജീവിക്കണം, നമുക്കുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി നാം ജീവിക്കണം. അതുപോലെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട്, ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ചെയ്ത്
ലോകത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് പാടില്ല. അപ്പൊ ലോകത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിന് അടിമപ്പെട്ട് പാപ ജീവിതം നയിക്കുക എന്നാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് മാതൃകയായിട്ടുള്ളത് യേശു കർത്താവാണ്. അപ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത് 33.5 വയസ്സ് വരെയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ലോകത്തിൽ തൻ്റെ യൗവനപ്രായത്തിൽ തൻ്റെ ജീവനെ നൽകിയ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അവനാണ് നമ്മുടെ ദൈവം, അവനാണ് നമ്മുടെ രക്ഷകൻ. അതുകൊണ്ട് യൗവനക്കാർക്ക് ഒരു നല്ല മാതൃക യേശു കർത്താവ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുവിനെ നോക്കി ജീവിപ്പാൻ, യേശുവിനെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന പാട്ടുകാരൻ പറയുന്നത് പോലെ യേശുവെ നോക്കി ജീവിക്കുവാനും യേശുവിൻ വാക്ക് കേൾക്കുവാനും യേശുവിനെ വേണ്ടി ജീവിക്കുവാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ദിവസത്തിൽ കുറച്ച് കൂടുതൽ യൗവനക്കാര് ഈ ആരാധനയുള്ളതിൽ ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. എന്നാൽ അനേകർക്ക് ഈ നാളുകൾ വരാനായിട്ട് സാധിക്കുന്നില്ല. പൊതുവായിട്ടുള്ള ഒരു ചെറിയ ആരാധനകളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ആരാധന നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആകാം പലരും ആലയത്തിൽ വരാതിരിക്കുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനാണ് ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്, ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്ന് ഓർക്കുക. ഭക്തി എന്നതിനെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ ലേഖനം വായിക്കാമോ? 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. യാക്കോബ് 1:27 എടുത്തോളം വായിക്കാം. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയും അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാത്ത വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. അപ്പോൾ എന്താണ് ഭക്തി എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്: യഥാർത്ഥ ഭക്തിയും കപടഭക്തിയും. യേശുവിന്റെ കാലത്ത് യേശുവിന്റെ അടുക്കൽ വന്ന പലരെയും നോക്കിയിട്ട് യേശു പറഞ്ഞു, കപടഭക്തിക്കാരെ പോലെ ആകരുത്, കപടഭക്തിക്കാരാ എന്ന് യേശു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിന്റെ മുൻപിൽ അവര് ഭക്തരായിട്ടും നീതിമാന്മാരായിട്ടും വലിയ ആളുകളായിട്ടൊക്കെ കാണപ്പെട്ടവരാണ്. പക്ഷേ യേശു അവരെ നോക്കി അവരുടെ ഉള്ള് കണ്ടിട്ട് യേശു പറഞ്ഞു, നിന്റെ ഈ പ്രകടനമൊക്കെ കപടഭക്തിയാണ് എന്നുള്ളത്. നമുക്കറിയാം, പലരെയും നാം കാണുമ്പോൾ അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വെറും പൊള്ളവാക്കാണ്, ഈ ഭക്തിയൊക്കെ കപടഭക്തിയാണ്, പ്രാർത്ഥനയൊക്കെ കപടമായ പ്രാർത്ഥനയാണ് എന്ന് പക്ഷേ നമുക്ക് തോന്നാറുണ്ട്, ചിലർ പറയാറുണ്ട്. അത് ഒരു വിധത്തിൽ പലപ്പോഴും ശരിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരുടെ മുൻപിൽ ഭക്തനായോ ഭക്തയായിട്ടോ ഒക്കെ അഭിനയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളില്, നമ്മുടെ മനസ്സില്, നമ്മുടെ ജീവിതത്തില് എന്തുമാത്രം അശുദ്ധിയുണ്ട്, എന്തുമാത്രം പാപമുണ്ട്, ദൈവത്തിന് നിരക്കാത്തതായ എന്തുമാത്രം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറയുന്നത് പലപ്പോഴും സത്യമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ളതല്ല, ഞാൻ എൻ്റെ നടപടികൾ, ഞാൻ ഇടപെടുന്ന കാര്യങ്ങൾ എല്ലാം യോഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് പോലും അനീതിയിൽ സന്തോഷിക്കുന്ന, അനീതി ചെയ്യുന്ന, അസത്യം സംസാരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നാം ഈ ലോകത്തുള്ള പല മനുഷ്യരെയും നോക്കിയിട്ട് പറയും, ഞാൻ ഇന്ന ആളിനേക്കാൾ നല്ലവനാണ് അല്ലെങ്കിൽ നല്ലവളാണ് എന്ന്. കാരണം ഒരു വ്യക്തിയെ സമൂഹം ഉന്നതനായോ നല്ലവനായോ ഒക്കെ കണക്കാക്കുമ്പോഴും ആ വ്യക്തിയിലെ കുറവുകളും കുറ്റങ്ങളൊക്കെ പലരും മറ്റുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാണുന്നവർ പറയുന്നു, ഇന്ന ആളിനേക്കാൾ ഞാൻ നല്ല ആളാണ്, നല്ലവനാണ്. അപ്പോൾ ദൈവം പറയുന്നത് ആരെയും വെച്ച് താരതമ്യപ്പെടുത്തുവാനല്ല, യേശുവുമായിട്ട് താരതമ്യപ്പെടുത്തുവാനാണ്. ഇപ്പോൾ മനുഷ്യരെ നോക്കി താരതമ്യപ്പെടുത്തിയാൽ നമുക്കറിയാം, ഈ നാളുകളിൽ ഒരു കേസ് കോടതിയിൽ ഇങ്ങനെ നടന്നു വരികയാണ് ഒരു ബിഷപ്പിനെ കുറിച്ച്. അപ്പോൾ ബിഷപ്പിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ബിഷപ്പ് ആയിരുന്നു, എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തെ
ദൈവത്തെ പോലെ കാണുന്ന പലരുമുണ്ട്. എന്നാൽ ആ നാറുന്ന ഒരു ചരിത്രം ലോകം മുഴുവനും അറിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ മനുഷ്യൻ എത്രത്തോളം മൂടി വെച്ചാലും അത് പുറത്തു വരും, വരാതിരിക്കുകയില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം, ദൈവത്തിനറിയാം. നാം എത്രത്തോളം അത് മൂടി വെച്ചാലും അത് നമ്മിലുള്ള നാറ്റം അത് പുറത്തു വരും. അത് നാറ്റം വരാതിരിക്കണമെങ്കിൽ അത് വിശുദ്ധമായിരിക്കണം. ശുദ്ധിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മിൽ നിന്ന് അസഹ്യമായത്, ദൈവത്തിന് ഹിതമല്ലാത്തത് പുറത്തു വരികയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യരെ കരുതുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ ഭക്തി എന്നുള്ളത് ദൈവം മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്നു കാണുക എന്നുള്ളതാണ്. അതായത് കഷ്ടപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ കാണാനുള്ള കണ്ണ് ഉണ്ടാകുക, സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകുക. അതാണ് ഒന്നാമത്തെ ഭക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഈ ലോകത്തിൻ്റെ കളങ്കം നമ്മിൽ പറ്റാതെ വണ്ണം നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നതാണ്. അത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, ചെറിയ ആട്ടിൻകുട്ടികളൊക്കെ തുള്ളിച്ചാടി കളിക്കും. എന്നാൽ അത് ഒരു ചെളിയിൽ ചെന്ന് ചാടുവാനായിട്ട് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ചെളി ഉണ്ടെന്ന് കണ്ടാൽ അത് ദൂരെ മാറി കടന്നു പോകും. അത് ആടിൻ്റെ സ്വഭാവമാണ്. എന്നാൽ പന്നിയുടെ സ്വഭാവം അങ്ങനെയല്ല. ചെളി ഉണ്ടെന്ന് കണ്ടാൽ അതിലേക്ക് ഓടിച്ചെന്ന് വീണ് അതിൽ കിടന്ന് സന്തോഷിക്കും എന്നുള്ളതാണ്. അപ്പൊ രണ്ട് മൃഗങ്ങളുടെ സ്വഭാവം. ആട് വിശുദ്ധിയെ അല്ലെങ്കിൽ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, അത് നല്ല വൃത്തിയായി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റൊരു മൃഗം, പന്നി എന്ന് പറയുന്ന, അത് ചെളിയെ ഇഷ്ടപ്പെടുന്നതാണ്. അത് കാണുമ്പോൾ അതിന് സന്തോഷമാണ്. ഇതുപോലെയാണ് രണ്ടു കൂട്ടം മനുഷ്യർ. പാപത്തെ വിട്ടൊഴിയുവാനായിട്ട് തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, മറ്റൊരു കൂട്ടർ പാപത്തെ കാണുവാനായിട്ട്, സ്വീകരിക്കുവാനായിട്ട് അതിലേക്ക് ഓടുന്നതായ ആ സന്തോഷം അനുഭവിക്കുന്ന ആളുകൾ. അപ്പോൾ ദൈവത്തിന് മുൻപാകെ ഭക്തി എന്ന് പറയുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുകയും നമ്മുടെ ജീവിതങ്ങൾ കളങ്കം പറ്റാതെ നമ്മുടെ ജീവിതം വിശുദ്ധമായി നാം സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. രൂപാന്തരം ആവശ്യമാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ. നമുക്കറിയാം, ചില യുവതിയുവാക്കളുടെ ജീവിതം, അവരുടെ വസ്ത്രധാരണം, അവരുടെ പോക്കും വരവും ഒക്കെ കാണുമ്പോൾ അവർ ഈ ലോകത്ത് തന്നെയാണോ, ഈ ഭൂമിയിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. നമുക്കറിയാം, കഞ്ഞിക്ക് വഴിയില്ലാത്ത കുടുംബങ്ങളിലുള്ള ചില മക്കൾ 1 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്കുള്ള ബൈക്ക് വാങ്ങിച്ച് തറയിൽ തൊടാതെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഓടിച്ചു പോകുമ്പോൾ ഈ ലോകത്തിൽ അവർ ജീവിക്കുന്നത് യഥാർത്ഥമാണോ എന്ന് തന്നെ ചിലപ്പോൾ പോകാറുണ്ട്. ചിലർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പോയി തൊലയട്ടെ എന്നാണ്. എങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പോയി തൊലയട്ടെ എന്ന് ചിന്തിക്കുന്നു. കാരണം അത്രയ്ക്ക് മാതാപിതാക്കൾക്ക് ശല്യമായി ജീവിക്കുന്ന ഒരു തലമുറ ഇന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സഭയിൽ അങ്ങനെ ഇല്ലായിരിക്കാം, എന്നാൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. വീട്ടിൽ പട്ടിണിയാണെങ്കിലും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയില്ല എങ്കിൽ, ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഐഫോണോ സ്മാർട്ട് ഫോണോ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ കലഹമുണ്ടാക്കുന്ന മക്കൾ, അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന മോട്ടോർ സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുവാൻ തന്നെ മടിക്കാത്തതായ മക്കൾ ഇന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമായിട്ടുള്ള ജീവിതമല്ല. ഇവിടെ പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സിനൊരു പുതുക്കം ഉണ്ടാകണം, ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ മനസ്സുകൾക്ക് പുതുക്കമുണ്ടായാൽ, ഒരു പുതിയ മനസ്സ് നമുക്ക് ലഭിച്ചാൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കും. മനുഷ്യരെ അനുസരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. മനുഷ്യരായി കാണുവാനായിട്ടും ഇടയാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നാം ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ളതാണ്. യുവാക്കളോട് പറയാനായിട്ടുള്ളതും ഇത് തന്നെയാണ്. ഈ ലോകത്തിന് അനുരൂപരായി ഈ ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ജനിച്ചത് ഒരു ക്രിസ്തീയ ഭവനത്തിലാണ്, ക്രിസ്തീയ സഭയുടെ അംഗമായിട്ട് വളരുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരിന് യോഗ്യമായ ജീവിതം നയിക്കണം.
കഴിഞ്ഞ ഒരു ദിവസത്തിൽ ഞാനൊരു ഭവനത്തിൽ ഒരു പ്രോഗ്രാമിനായിട്ട് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കാണാൻ ഇടയായി തീർന്നു. നമ്മുടെ സഭയുടെ അംഗമല്ല, മറ്റൊരു സഭയിൽ നിന്ന് വന്നതാണ്. ആ ചെറുപ്പക്കാരൻ്റെ തലമുടി വെട്ടിയിട്ട് ഒത്തിരി കാലം നാളായെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചതൊന്ന് വെട്ടി ഒതുക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിച്ചു. മുടി വെട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ഇതൊന്ന് വെട്ടിച്ച് കളഞ്ഞിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിച്ചു, തല താഴ്ത്തി, അത്ര തന്നെ. അപ്പോൾ വിരൂപമായി നടക്കുന്നതാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്, ഒരു രീതി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. മാന്യമായും മര്യാദയായി നടക്കുന്നത് പലപ്പോഴും പലർക്കും ഇഷ്ടമല്ല. കാരണം കൂട്ടുകാർ അവരെ കളിയാക്കും, കൂട്ടുകാർ അവരെ അംഗീകരിക്കത്തില്ല. എന്നാൽ ദൈവം നമ്മെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ നാം നോക്കേണ്ടതാണ്. നാം മാന്യമായും മര്യാദയായും ലോകത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കേണ്ടതാണ്. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം. അതുകൊണ്ട് ദൈവത്തിന് മുൻപാകെ പൂർണ്ണതയുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുവാനാണ് ദൈവം ഓരോ മക്കളെയും ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്ന് നാം ഓർക്കുക. വിശുദ്ധ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു യുവാവായ മനുഷ്യൻ യേശുവിനെ കാണുവാനായിട്ട് വന്നു. അവൻ ധനികനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ വന്ന് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. അവൻ ചോദിക്കുന്നത്, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? ഏറ്റവും ചോദിക്കേണ്ടതായ ചോദ്യമാണ്. യേശുവിനോട് തന്നെ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു പറഞ്ഞു, നീ ന്യായപ്രമാണം അനുസരിക്കുക, കൽപ്പനകൾ അനുസരിക്കുക. കൽപ്പനകളൊക്കെ ചിലത് യേശു പറഞ്ഞു. അപ്പോൾ പറയും, ഇതെല്ലാം ഞാൻ എൻ്റെ ബാല്യം മുതൽ അനുസരിച്ചു വരുന്നു. അപ്പോൾ യേശു പറഞ്ഞതെല്ലാം അനുസരിച്ച, ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ അവൻ മാന്യനാണ്, ധനവാനാണ്, സമ്പന്നനാണ്, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ യേശുവിൻ്റെ മുമ്പിൽ വന്നു. യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. 21-ാം വാക്യത്തിൽ പറയുന്നത്, യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. അതിനുശേഷം യേശുവിനോട് പറഞ്ഞു, നിന്നിൽ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. നിന്റെ സമ്പത്തൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ വളരെ സമ്പത്തുണ്ടാകും, നിനക്ക് നിത്യജീവൻ ഉണ്ടാകും, നിനക്ക് ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കും എന്ന് പറയാനിടയായി. അപ്പോൾ ഇവിടെ ഈ യുവാവായ മനുഷ്യൻ വരേണ്ട വ്യക്തിയുടെ അടുക്കിലേക്ക് തന്നെ വന്നു. യേശുവിൻ്റെ അടുക്കിലേക്കാണ് എത്തിച്ചേരേണ്ടത്, കടന്നു വരേണ്ടത്. യേശുവിനോട് നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. യേശു അതിന് കൃത്യമായ മറുപടി തരും. അത് ആ മറുപടി കേട്ട് അനുസരിക്കുന്നതാണ് അനുഗ്രഹം. ഇവിടെ ഈ യുവാവ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, നിത്യജീവൻ പ്രാപിക്കുവാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു പറഞ്ഞത് അവരുടെ അറിവനുസരിച്ച്, അന്നത്തെ രീതി അനുസരിച്ച്, കൽപ്പനകൾ എല്ലാം അനുസരിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. എന്നാൽ യേശു പറഞ്ഞു, അങ്ങനെയല്ല, നീ മനുഷ്യരെ സ്നേഹിക്കണം, ദൈവത്തെ അനുസരിക്കണം, നീ ദരിദ്രർക്ക് കൊടുക്കണം, നീ സമ്പത്തിൽ ആശ്രയിക്കുന്നവനാണ്. സമ്പത്തുള്ളത് തെറ്റല്ല, പക്ഷേ സമ്പത്തിൽ ആശ്രയിക്കുന്നതാണ് തെറ്റ്. അവൻ്റെ ആശ്രയമെല്ലാം അവൻ്റെ സമ്പത്തിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ദൈവരാജ്യത്തിൽ പോകാനായിട്ട് അവന് കഴിയുകയില്ല എന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു. 22-ാം വാക്യം പറയുന്നു, അവൻ വളരെ സമ്പത്ത് ഉള്ളവനാകയാൽ അവൻ വിഷാദിച്ച് പൊയ്ക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവൻ സമ്പത്തുള്ളവനായതുകൊണ്ട്, അവൻ്റെ സമ്പത്ത് വിട്ടുകളയുവാനായിട്ട് അവന് മനസ്സില്ലാത്തത് കൊണ്ട് അവന് വളരെ ദുഃഖമുണ്ടായി. എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ല. അവൻ അവിടെ നിന്ന് മൗനമായി യേശുവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയി എന്ന് നാം ഇവിടെ കാണുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം മാനസാന്തരത്തിന് കാരണമായി തീരണം. ദൈവത്തിന് മുൻപാകെ നമ്മുടെ തെറ്റ് നാം തിരിച്ചറിയുമ്പോൾ അതിലൂടെ നമുക്ക് മാനസാന്തരം, മനസ്സിന് വ്യത്യാസം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം നാം വരുത്തണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുകയും വേണം. അതാണ് ദൈവം നൽകുന്നതായ കൽപ്പന. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദുഃഖിക്കേണ്ട കാര്യം ഉണ്ടാകുകയില്ല. അവൻ യൗവനക്കാരനാണ്, അവൻ ധനവാനാണ്. പക്ഷേ കർത്താവിൻ്റെ മറുപടി കേട്ട് അവൻ സന്തോഷിച്ചില്ല. അവൻ ദുഃഖമുള്ളവനായി, ദുഃഖിക്കുന്നവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കടന്നു പോകാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ ഇന്ന് നാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ചില ദുഃഖമുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും പിന്നത്തേതില് നിത്യതയില് എന്നും സന്തോഷിക്കുവാൻ അത് കാരണമായി തീരും
എന്നുള്ളത് നാം ഓർക്കുക. മക്കൾ അനുഗ്രഹമായി തീരട്ടെ, യുവതിയുവാക്കൾ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അവർ ദൈവത്തെ അനുസരിക്കുന്നവരായി, മാതാപിതാക്കളെയും മറ്റുള്ളവരെയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായി കാണപ്പെടുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും അനുസരണയാണ് അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ പടി. അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ പടി എന്ന് നാം ഓർക്കുക. ഇന്നത്തെ പഴയ നിയമ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ജോസഫിൻ്റെ ചരിത്രം നാം കാണുകയാണ്. അതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നുണ്ട്. 38 മുതലുള്ള അധ്യായങ്ങൾ നാം നോക്കുമ്പോൾ കാണുന്നത് അവൻ സഹോദരന്മാരാൽ വിൽക്കപ്പെട്ടവനായിട്ട് നാം കാണുന്നു. സഹോദരന്മാർ അവനെ ദ്വേഷിക്കാനുള്ള കാരണം അവൻ സ്വപ്നങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അവന് ഒരു വിധത്തിലുള്ള കപടവും ഇല്ലാത്തത് കൊണ്ട് അവൻ ഹൃദയത്തിൽ അത് ഒളിച്ചു വെക്കാതെ അവൻ കണ്ടതായ സ്വപ്നങ്ങൾ തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സഹോദരങ്ങളുടെ മേൽ അധികാരിയായി തീരുമെന്ന് കേട്ടപ്പോൾ അവനെ നശിപ്പിക്കുവാനായിട്ട് അവർ കൂടിയാലോചിച്ചു. അവർ ഒരുമിച്ച് അവനെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. അവനെ അടിമയായിട്ട് വിറ്റുകളയുവാനായി ഇടയായി തീർന്നു. മിസ്രൈമിലെ കച്ചവടക്കാർക്ക് അവനെ അടിമയായി വിൽക്കുവാൻ ഇടയായി. അങ്ങനെ അവൻ ഒരു അടിമച്ചന്തയിലെത്തി. അവിടെ രാജാവിൻ്റെ സേനാപതിയായ പൊത്തിഫർ അവനെ വാങ്ങിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പൊത്തിഫറിന്റെ ഭവനത്തിൽ അവൻ ഒരു ദാസനായിട്ട് വന്നു. എന്നാൽ അവൻ ആ ഭവനത്തിന് യജമാനനായി തീർന്നു. കാരണം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരനായ ജോസഫിനോടുകൂടെ ആ ദൈവം ഉണ്ടായിരുന്നു എന്ന് ആ യജമാനൻ മനസ്സിലാക്കിയപ്പോൾ ആ കുടുംബത്തിന്, ഭവനത്തിന്, അവരുടെ സമ്പത്തിനൊക്കെയും അവനെ യജമാനനാക്കി വെച്ചു. എന്നാൽ അവിടെ ഒരു സാധാന്യ പ്രവർത്തനം ഉണ്ടായി. ആ യജമാന്റെ ഭാര്യ അവനെ വശീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം വായിക്കുമ്പോൾ നാം കാണുന്നത്, അവൻ ചോദിക്കുന്നു, ഞാൻ ദൈവത്തോട് ഈ പാപം എങ്ങനെ ചെയ്യും, ഞാൻ ഈ പാപം എങ്ങനെ ചെയ്യും എന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ നിന്ന് അവനെ ഓടി രക്ഷപ്പെടുവാനായിട്ട് ദൈവം സഹായിച്ചു. പാപം കാണുമ്പോൾ ഓടി രക്ഷപ്പെടണം എന്നുള്ളതാണ് ദൈവമക്കളോട് ദൈവത്തിന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മെ മോഹിപ്പിക്കുന്ന, നമ്മെ വശീകരിക്കുന്ന അനേക പാപങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടാകാം. നല്ല സാഹചര്യങ്ങൾ നമുക്ക് ലഭിച്ചെന്ന് വരാം. പാപം ചെയ്യുവാനുള്ള നല്ല സാഹചര്യങ്ങൾ, ആരും അറിയാത്ത, ആരും കാണാത്ത സന്ദർഭങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അപ്പോൾ അതിൽ നിന്ന് ഓടി മാറുവാനുള്ള ദൈവകൃപയ്ക്കായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്. ജോസഫ് ഒരു നല്ല മാതൃകയാണ് നമുക്ക് കാണിച്ചിരുന്നത്. അവൻ അന്യരാജ്യത്താണ്, അന്യദേശത്താണ്, അവനൊരു അന്യ ഭവനത്തിലാണ്. അവനെ കാണുവാനായിട്ട് അവിടെ ആരുമില്ല. ഒരുപക്ഷെ അവന് ആ പാപത്തിന് വഴിപ്പെട്ടിരുന്നുവെങ്കിൽ എന്നും ആ കുടുംബത്തിന് യജമാനായി തന്നെ അവൻ ഇരിക്കാമായിരുന്നു. എന്നാൽ അവൻ അവിടെ നിന്ന് ഓടിപ്പോയത് കൊണ്ട് അവൻ വീണ്ടും കാരാഗൃഹത്തിലായി തീരുവാൻ ഇടയായി തീർന്നു. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ഒരു ദൈവത്തിൻ്റെ ദാസനായി നാം ജോസഫിനെ കാണുകയാണ്. എന്നാൽ ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് പ്രത്യേകമായ വാത്സല്യം തോന്നി. ആ കാരാഗൃഹത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും അവനെ അധിപതിയാക്കി, യജമാനാക്കി വെച്ചു. എല്ലാ കാര്യങ്ങളും, എല്ലാ ചുമതലയും അവനെ ഏൽപ്പിച്ചു. കാരാഗൃഹ പ്രമാണി, ആ ജയില ഓഫീസർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ജോസഫിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ബന്ധനസ്ഥനായിരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു കാരാഗൃഹത്തിൽ ഇട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും അവിടുത്തെ ഒരു നായകനാക്കി വെക്കാറില്ല. എന്നാൽ ഇവിടെ ജോസഫാണ് അവിടുത്തെ കാര്യവിചാരകനായിട്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ മക്കളെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ജോസഫ് തൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ സന്തോഷമായി ജീവിച്ചവനാണ്. സഹോദരങ്ങളെ അന്വേഷിച്ച് അവരുടെ ക്ഷേമം അന്വേഷിച്ച് വന്നവനാണ്. എന്നാൽ ഇപ്പോൾ അടിമയായി ഒരു കാരാഗൃഹവാസിയായി തീർന്നിരിക്കുന്നു. എന്നാൽ അവിടെയും ദൈവം അവനെ കരുതി. രാജാവിൻ്റെ അപ്പക്കാരനും പാനപാത്രവാഹകനും ജയിലിൽ അടയ്ക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവർ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം അവൻ പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ സംഭവിച്ചു. അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തുപോയി. ആ പാനപാത്രവാഹകൻ രാജാവിൻ്റെ സന്നിധിയിലേക്കും പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പക്കാരനെ രാജാവ് കൊല്ലുവാനും ഇടയായി തീർന്നു. അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് സ്വപ്നം കണ്ടു. ഫറവോൻ രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുവാനായിട്ട് മിസ്രൈമിലെ ഒരു മന്ത്രവാദിക്കോ ആഭിചാരക്കാരനോ ആർക്കും കഴിയാതിരുന്നപ്പോൾ അവിടെ രാജാവിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന പാനപാത്രവാഹകൻ പറഞ്ഞു, ഞാൻ അവിടെ ജയിലിലായിരുന്നപ്പോൾ
എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു യഹൂദനായ ഒരു ബാല്യക്കാരൻ ജയിലിലുണ്ട്. അവനൊരു പക്ഷേ രാജാവിൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും, ഇതിന് മറുപടി പറഞ്ഞു തരും എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അവനെ വരുത്തി അവനോട് ഈ സ്വപ്നമൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സ്വപ്നത്തിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു: 7 പുഷ്ടിയുള്ള കതിർ, അതിനുശേഷം 7 ഉണങ്ങി മെലിഞ്ഞതായ കതിർ. 7 പുഷ്ടിയുള്ള കതിര് വന്നതിന് ശേഷം വന്നതായ കതിർ ഈ പുഷ്ടിയുള്ള കതിരിനെ തിന്നുകളഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് നദിയിൽ നിന്ന് കയറി വരുന്നതായ പുഷ്ടിയുള്ള 7 പശുക്കൾ, അതിന് പിന്നാലെ വരുന്നതായ പുഷ്ടിയില്ലാത്ത മെലിഞ്ഞ് ഉണങ്ങിയതുമായിട്ടുള്ള 7 പശുക്കൾ. അപ്പോൾ ആദ്യം കയറി വന്ന പുഷ്ടിയുള്ള 7 പശുക്കളെ പുഷ്ടിയില്ലാത്ത 7 പശുക്കൾ തിന്നുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലായില്ല, രാജാവിന് പറഞ്ഞു കൊടുക്കാനും സാധിച്ചില്ല. എന്നാൽ ഈ ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവത്തിൻ്റെ ദാസനായ ജോസഫ് പറഞ്ഞു, ഇത് ഇനി വരാൻ പോകുന്ന 7 വർഷം സമൃദ്ധിയുടെ വിളവിൻ്റെ കാലമായിരിക്കും. ആ വിളവിൻ്റെ കാലത്തിന് ശേഷം വരുന്ന 7 വർഷം അത് വളരെ ദാരിദ്ര്യത്തിൻ്റെ, അത് വരൾച്ചയുടെ, ക്ഷാമത്തിൻ്റെ കാലമായിരിക്കും എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇതെല്ലാം ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, രാജാവേ, ഈ ഒരു കാര്യം ചെയ്യണം, അടുത്ത 7 വർഷത്തിലുണ്ടാകുന്ന ആ വിളവിൻ്റെ സമൃദ്ധി അതിൽ നിന്ന് ശേഖരിച്ച് അടുത്ത 7 വർഷത്തെ ക്ഷാമം പോക്കുവാനായി, ക്ഷാമകാലത്ത് ജനത്തെ സംരക്ഷിക്കുവാനായിട്ട് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് പറയുന്നത്, ഇതാ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. 37-ാമത്തെ വാക്യം, ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. 41:37 ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ രാജാവിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം കേൾക്കുന്നത്. ജോസഫ് ദൈവത്തിൻ്റെ ആത്മാവുള്ളവനും ദൈവത്തിൻ്റെ ദർശനമുള്ളവനും അവന് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള വരമുള്ളവനുമായിരുന്നു. അത് രാജാവ് മനസ്സിലാക്കി. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ നിന്റെ ഗ്രഹത്തിന് മേലധികാരിയും നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശമൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ജോസഫിന്റെ കൈക്ക് ഇട്ടു. ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്വപ്നം പോലെ കാണുകയാണ്. എന്താണ് സംഭവിച്ചത്? രാജാവിൻ്റെ അടുക്കൽ വന്ന ഒരു മനുഷ്യൻ, ഒരു എബ്രായ ബാല്യക്കാരൻ, രാജാവിനാൽ ഏറ്റവും മാന്യനായി ഉയർത്തപ്പെടുന്നു. അതിനുശേഷം രാജാവ് പറയുന്നു, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും, എന്നാൽ നീയാണ് ഈ രാജ്യത്തിലെ ഭരണാധികാരി. നിന്റെ വാക്ക് ജനം മുഴുവനും കേട്ടനുസരിക്കും. ഇന്ന് മുതൽ ഞാൻ പറയുന്നതല്ല ജനം കേൾക്കുന്നത്, നീ പറയുന്നതായിരിക്കും. രാജാവിൻ്റെ മുദ്രമോതിരം ഊരി അവൻ്റെ കയ്യിൽ അണിയിച്ചു. അപ്പോൾ ഒരുപക്ഷെ നാം ചിന്തിക്കും, ചില നാളുകളിൽ ഉണ്ടാകുന്ന പരീക്ഷകൾ എല്ലാം ദോഷത്തിനാണെന്ന്. അങ്ങനെയല്ല, അത് നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വഴികളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. യോസേഫിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടത, എന്തുമാത്രം കണ്ണുനീർ, എത്ര വർഷങ്ങൾ അവൻ വേദനയോടെ, നിരാശയോടെ, ഏകനായി കടന്നുപോയി. എന്നാൽ ഒടുവിലായി ദൈവം അവനെ മാനിച്ച് ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് നാം ഓർക്കുക. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുമെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ ഒരിക്കലും നാം നിരാശപ്പെട്ടു പോകാൻ ഇടവരികയില്ല. ദൈവം നമ്മെ മാനിച്ചാൽ ഈ ലോകം നമ്മെ മാനിക്കും. ദൈവം നമ്മെ ഉയർത്തിയാൽ നമ്മെ താഴ്ത്തുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം എല്ലാവരെക്കാളും ഉയർന്നവരായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു സാധാരണക്കാരനായിരുന്ന യോസഫ് ഇന്ന് ഒരു രാജ്യത്തിൻ്റെ അധിപതിയായി മാറിയിരിക്കുകയാണ്. രാജാവിൻ്റെ മുദ്രമോതിരം അണിയിച്ച് സ്വർണ്ണ സരപ്പണി അണിഞ്ഞുകൊണ്ട് രാജാവിൻ്റെ 2ാമത്തെ രഥത്തിൽ ആ ദേശത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ അവൻ്റെ മുൻപിൽ വിളിച്ചു പറയുന്നത്, ഇവൻ്റെ മുൻപിൽ മുട്ടുകുത്തുവിൻ എന്നാണ്. ജോസഫിൻ്റെ മുമ്പിൽ മിസ്രൈമിലെ ജനമൊക്കെയും മുട്ടുകുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഇടയാക്കി എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. ഇപ്പോൾ ജോസഫ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം ഒരു വലിയ സാക്ഷ്യമായി ദൈവം നമുക്ക് നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നാം താഴ്മയോടെ, വിനയത്തോടെ
ഭക്തിയോടെ ജീവിക്കുമെങ്കിൽ ദൈവം ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്നത് കഷ്ടതയുടെ വഴിയിലാണെങ്കിൽ പോലും അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് നാം ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമുക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഭയ്ക്ക്, ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ യുവനക്കാർ ദേശത്തിൽ ഉന്നതികളിലേക്ക് വരുവാനായി, അവരിലൂടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാനായി ദൈവം സഹായിക്കട്ടെ. തീർച്ചയായും അതിനുവേണ്ടി മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ യുവനക്കാർ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന, ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ തലമുറയായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. 461 പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. 461 ഗീതം. ും
ക്രിസ്തുവെ, ഞങ്ങൾ അങ്ങയിൽ തന്നെ ആശ്രയിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ കരുതുന്നു. കർത്താവെ, കുടുംബങ്ങളിൽ മക്കളെ നൽകുന്നു. മക്കളെ വളർത്തുവാൻ ആവശ്യമായ സാഹചര്യങ്ങളെ അങ്ങ് നൽകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യുവതി യുവാക്കൾ അങ്ങയുടെ മക്കളാണ്. കർത്താവെ, അവർ വരുന്ന തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഞങ്ങൾ 2 യുവാക്കളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഒരുവൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിരാശയോടുകൂടെ മടങ്ങിപ്പോയി എന്ന് ഞങ്ങൾ കാണുകയുണ്ടായി. തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ത് എന്ന് ദൈവം അവനോട് പറഞ്ഞുവെങ്കിലും അതനുസരിക്കുവാനായിട്ട് അവന് സാധിച്ചില്ല. എന്നാൽ ജോസഫ് എന്ന 2ാമത്തെ യുവാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവാനും ദൈവത്തോടു കൂടെ ഉള്ളവനുമാണെന്ന് ലോകം അറിയുവാനായിട്ട് ഇടയായി തീർന്നു. ബാല്യം മുതൽ തന്നെ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് കർത്താവെ വചനത്തിലൂടെ ഞങ്ങൾ കാണുകയുണ്ടായി. കർത്താവെ, അവനെ അവിടെ നിന്ന് ഉയർത്തി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചുവല്ലോ. കർത്താവെ, ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സ്ഥാനങ്ങളും പദവികളും എല്ലാം അങ്ങയുടെ ദാനമാണെന്ന് ഓർക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലെ ഓരോ യുവതിയുവാക്കളെയും അങ്ങ് തന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ വചനം പഠിച്ച് വചനപ്രകാരം ജീവിപ്പാൻ അവരെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. മാതാപിതാക്കളുടെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയാക്കണമേ. മുതിർന്നവരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായി കർത്താവെ അതിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ അവിടുന്ന് ആശീർവദിച്ചു കൊടുക്കണമേ. അങ്ങയുടെ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സ്വഭാവമുള്ളവരായി കർത്താവെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അത് ദൈവഹിത പ്രകാരമുള്ളതായി തീരുവാൻ സഹായിക്കണമേ. ദൈവരാജ്യത്തിൽ എത്തണമെന്നുള്ളത് നല്ല ആഗ്രഹമാണ്. എന്നാൽ അതിൻ്റെ വഴികൾ ദൈവം പറയുമ്പോൾ അതനുസരിക്കുവാനും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവെ, അവിടുത്തെ കരത്തിലേക്ക് അടികളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ ഇതുവരെയും തിരുസാന്നിധ്യവും സഹായവും നൽകിയതിനായി സ്തോത്രം. അവിടുത്തെ കൂട്ടായ്മ ഉണ്ടായിരുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും അങ്ങ് അംഗീകരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ അങ്ങ് സ്വീകരിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, ആവശ്യമായ നന്മകൾ നൽകണം. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ. കർത്താവെ, പിരിയാത്ത ദൈവസാന്നിധ്യം എപ്പോഴും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും തിരുസന്നിധിയിൽ വരുവോളം തിരുകൃപയിൽ ഞങ്ങളെ മറക്കണം. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ വഹിക്കണം. ദേശത്തെയും ദേശവാസികളെയും കാത്തുകൊള്ളണം. എല്ലാ കുടുംബങ്ങളെയും അവിടെ അനുഗ്രഹിച്ച് പരിപാലിച്ച് വഴി നടത്തണം. യേശു മശിഹായിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും കാവലും നമ്മോടും തിരുസഭയോടും ദേശത്തോടും എല്ലാ ദൈവമക്കളോടും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.